ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നിവിടെ ഭാഗവത സപ്താഹം നടക്കുന്ന ഈ പുണ്യ അവസരത്തിൽ ഭാഗവതം എന്ന വിഷയത്തിൽ, ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരം തന്ന ഈ പരിപാടിയുടെ സംഘാടകരോട് ആദ്യമായി നന്ദി പറയുകയാണ്. ഇവിടെ പലപ്പോഴായി, പല വർഷങ്ങളായി ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. സ്ഥിരമായി ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. പ്രഗത്ഭനായ ഒരു ആചാര്യനെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗവത ആ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആചാര്യൻ പലപ്പോഴും നമ്മളോട് പറയും, ജീവിതത്തിൽ എന്താണ് ഇതിന്റെ ആവശ്യം. പിന്നെ അതേക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. ആചാര്യൻ പറയുന്നതിലപ്പുറം ഒന്നും പറയാനില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഭാഗവത സപ്താഹം അതിൻ്റെ ശരിയായ ഫലം നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാഗവതം നമ്മൾക്കെല്ലാവർക്കും അറിയാം, 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം നൽകിയ ശാസ്ത്രമാണ് ഭാഗവതം. 7 ദിവസം കൊണ്ട് ഒരു ജീവാത്മാവിന് മോക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രത്തിനെ പലവട്ടം നമ്മൾ കേട്ടിട്ടും നമ്മുടെ ജീവിതം മോക്ഷത്തിലേക്ക് എത്തിയോ? ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തിയോ? ഇത് അവനവനോട് ചോദിക്കേണ്ട കാര്യമാണ്. ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്വ നിശ്ചലതത്വം, നിശ്ചലതത്വ ജീവൻ മുക്തി. അപ്പോൾ സത്സംഗത്തിൽ നിന്ന് തുടങ്ങിയാൽ ജീവൻ മുക്താവസ്ഥയിലാണ് എത്തുന്നത്. ഭാരതത്തിലെന്ന് മാത്രമല്ല, വിദേശത്തും സത്സംഗങ്ങൾക്കൊന്നും ഒരു പോരായുമില്ല. ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. നല്ല നല്ല ആചാര്യന്മാരുടെ സത്സംഗം നടക്കുന്നുണ്ട്. നല്ല സദസ്സുമുണ്ട്. എത്ര പേർ ജീവൻ മുക്താവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നുകിൽ ആചാര്യന്മാരുടെ വാക്കുകൾ തെറ്റായിരിക്കണം, അല്ലെങ്കിൽ ശ്രോതാക്കളായി വരുന്നവർ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരിക്കണം. ഇതേതായിരിക്കും ശരി? ശ്രോതാക്കൾ, ഭാഗവതം കേൾക്കാൻ വരുന്നവർ ഭാഗവതം കേൾക്കുന്നുണ്ടോ? എല്ലാവരും തലയാട്ടുന്നതൊക്കെ കാണാനുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവ് കേട്ടതുപോലെ നമ്മൾ ഭാഗവതം കേട്ടിട്ടുണ്ടോ? കേട്ടിരുന്നെങ്കിൽ 7 ദിവസം കൊണ്ട് ജീവൻ മുക്താവസ്ഥയിലെത്തുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ കമ്മിറ്റിയിലുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഇവിടെ സപ്താഹം നടക്കാറുണ്ടോ?
അദ്ദേഹം പറയുന്നത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും സപ്താഹത്തിൽ പങ്കെടുത്തവരുണ്ടോ? അദ്ദേഹം തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല, അതിവിടെ സദസ്സിനോടാണ് ചോദിച്ചത്. ഈ സദസ്സിൽ ഭാഗവതം ശരിക്ക് കേട്ടു എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? ആരുടെയും കൈ പൊങ്ങിയിട്ടില്ല. 7 ദിവസം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഭാഗവതം കേൾക്കാൻ പോയി. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ശരിക്ക് കേട്ടിട്ടില്ല. ഭാഗവതം കഥ കേൾക്കലല്ല. കഥയിലൂടെ ഋഷിമാർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ തത്വത്തെ ജീവിതത്തിൽ പകർത്തി ഈ ജീവിതത്തെ ജീവൻ മുക്താവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കണം. അതിന് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളത്. ഇത് സ്വയം ആരെയും പരിഹസിച്ച് ചോദിക്കുകയല്ല, സ്വയം വിശകലനം ചെയ്യണം. ഓരോ ദിവസവും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇന്ന് എന്ത് കേട്ടു, എന്തു മനസ്സിലാക്കി എന്ന് ഒന്ന് ഓർമ്മിച്ചു നോക്കണം. തൃതീയ സ്കന്ധത്തിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, കപിലഗീത, കപിലമുനി മാതാവായ ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേശം. അവിടെ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഒരു യോഗ്യത പറയുന്നുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രോതുകാമാൻ എന്നാണ്. കേൾക്കാൻ അത്യന്തം ഉത്സാഹത്തോടുകൂടി, അത്യന്തമായ ഇച്ഛ, അതുള്ളവർക്കത് മനസ്സിലാകും. ഏറ്റവും നല്ല ഉദാഹരണം ദേവഹൂതി തന്നെയാണ്. ദേവഹൂതി എന്തുകൊണ്ട് മകനോട് ജ്ഞാനോപദേശം നൽകാൻ ആവശ്യപ്പെട്ടു? കർദമമുനി കൂടെ ഉണ്ടായിരുന്നു. പ്രജാപതി എല്ലാ കഴിവുകളുമുണ്ട്, ചോദിച്ചതെല്ലാം സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ആളാണ്. കർദമനോട് ആവശ്യപ്പെട്ടത് ലോകം ചുറ്റി സഞ്ചരിക്കാനും ഭൗതിക ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളുമായിരുന്നു. അതെല്ലാം സാധിച്ചു കൊടുത്തു. അദ്ദേഹം തപസ്സിനായിട്ട് പോയി എന്ന് പറയുന്നു. അതിനുശേഷമാണ് പുത്രനോട് ജ്ഞാനോപദേശം നൽകാൻ ആവശ്യപ്പെട്ടത്. എന്തായിരിക്കും കാരണം? ഭൗതിക ജീവിതത്തിൽ എല്ലാ വിഷയഭോഗങ്ങളും അനുഭവിച്ചതിന് ശേഷവും എൻ്റെ ഉള്ളിലെ ദുഃഖം മാറിയിട്ടില്ല. അതുകൊണ്ട് സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന മാർഗം, എനിക്ക് യുക്തമായിട്ടിരിക്കുന്ന മാർഗം എന്താണ്, അത് ഉപദേശിച്ചു തരൂ. അപ്പോഴാണ് ജ്ഞാനോപദേശം നൽകുന്നത്. ഭാഗവതം ഭക്തിയുടെ മാർഗമാണ്. ഭക്തിയിൽ തുടങ്ങി അദ്വൈതത്തിലെത്തിക്കുന്ന ശാസ്ത്രം. ഈ ഉപദേശം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾക്ക് മനസ്സിലാകണം, ഞാനെന്നും എന്റേതെന്നും കരുതുന്നതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതാണ് എനിക്ക് ദുഃഖം നൽകുന്നത്. അതുകൊണ്ട് ദുഃഖ നിവൃത്തി വേണമെങ്കിൽ ഞാനെന്നും എന്റേതെന്നും കരുതുന്നതൊന്നും എന്റേതല്ല എന്ന് മനസ്സിലാവണം. ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, സംഘം ഇല്ലാതെയാകണം, സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകണം. അതാണ് ഭക്തി, അതാണ് ഭക്തിയുടെ ലക്ഷ്യം.
ദേവഹൂതിക്ക് ഭൗതിക ജീവിതം മതിയായി. ദേവഹൂതി മകനായിരിക്കുന്ന, എന്നാൽ ഇപ്പോൾ ഗുരുസ്ഥാനത്തിരിക്കുന്ന മകനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ പറയുന്നത് അതാണ്: എനിക്ക് മുക്തിക്ക് യോജിച്ചതെന്താണ്? ഇവിടെ ഭാഗവത സപ്താഹത്തിൽ വരുന്ന എത്ര പേർ ഈ ചോദ്യം അവനവനോട് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന ആചാര്യനോട് ചോദിച്ചിട്ടുണ്ട്? മുക്തിയല്ല നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് ചോദിക്കാൻ തോന്നിയിട്ടില്ല. പരീക്ഷിത്തിനെ പോലെ ഭാഗവതം കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. എന്തായിരുന്നു പരീക്ഷിത്തിന്റെ പ്രശ്നം? തക്ഷകന്റെ ദംശനമേ മരണം സംഭവിക്കും, ഇതായിരുന്നു ശാപം. എന്നാൽ ആ ശാപത്തിൽ നിന്ന് മുക്തനായോ? അവസാനം തക്ഷകൻ കടിച്ചിട്ടു തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാഗവതം എന്തിനു കേട്ടു? ഒന്ന് ആലോചിച്ചു നോക്കൂ. വലിയൊരു സർപ്പം അതിന്റെ ദംശനമേറ്റ് മരിക്കും എന്നൊരു ചിന്ത വന്നു, മരണഭയം. ആ മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉത്കടമായ ആഗ്രഹം, ഇച്ഛ. അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ആത്മോപദേശം നൽകാനായിക്കൊണ്ടൊരു ഗുരു അവിടെ എത്തിപ്പെടുന്നു. ശിഷ്യന്റെ മനസ്സ് ആത്മജ്ഞാനം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞ് അതിനായിട്ട് അതിയായി ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഗുരു എത്തിച്ചേരുന്നു. അതിനുശേഷം 7 ദിവസം എന്ന് പറയുന്നു. കഥകൾ പറഞ്ഞു, കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു. അവസാന ദിവസം തക്ഷകൻ എത്തുമ്പോൾ ഒരു പുഴുവിനെ എടുത്ത് ശരീരത്തിൽ വെച്ചുകൊണ്ട് ഇനി അത് കടിച്ചുകൊള്ളട്ടെ എന്ന് പറയാൻ പരീക്ഷത്തിന് സാധിച്ചു. ഈ കഥ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കഥയുടെ തുടക്കത്തിൽ മരണം എന്നതൊരു വലിയ ഭീകരമായിരിക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഈ കഥകൾ കേട്ടുകഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ മരണമെന്ന വസ്തുതയെ ഒരു സാധാരണ സംഭവമായി വളരെ ലാഘവത്തോടുകൂടി സ്വീകരിക്കാൻ പരീക്ഷിത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മളും ഭാഗവതം കേട്ടു കഴിയുമ്പോൾ ഇതുപോലെ മാറേണ്ടതുണ്ട്. ഇവിടെ ഭാഗവത സപ്താഹത്തിനിടയ്ക്ക് സാമ്പ്രദായികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാവുമ്പോൾ ഒരുപാട് പൂജകൾ ഉണ്ടാകും, ചടങ്ങുകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ അതിലപ്പുറം ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ എത്തുമ്പോൾ ഏകാദശ സ്കന്ധം ഭഗവാൻ പറയുന്നു, ഹേ ഉദ്ധവ, ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നീ അറിയുന്നതെല്ലാം മായയുടെ കൽപ്പനകൾ മാത്രമാണ്, മനസ്സിന്റെ സൃഷ്ടിയാണ്. ഭാഗവതം മുഴുവൻ ഭഗവാൻ ഒരൊറ്റ സെന്റൻസിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ മനസ്സിനെ അതിക്രമിക്കുക, മായയെ അതിക്രമിക്കുക, ജീവൻ മുക്തനായി തീരുക. എത്ര എളുപ്പമാണ്! സാധനകളുടെ ആവശ്യമുണ്ട്. നമ്മൾ സാധനകൾ ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഭഗവാൻ പറയുന്നു, ഹൃദയപുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കൂ, മാനസപുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കൂ, ചിന്തകളെ കൊണ്ട് ആരാധിക്കൂ. സകല ചിന്തകളും ഭഗവാന് സമർപ്പിക്കൂ. നമ്മുടെ സുഖമായാലും ദുഃഖമായാലും ലാഭമായാലും നഷ്ടമായാലും ജയമായാലും പരാജയമായാലും എല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്, ചിന്തകളാണ്. ഈ ചിന്തകളെ ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ സകല അനുഭവങ്ങളും പ്രസാദമായിട്ട് മാറും, ഭഗവത് അനുഗ്രഹമായിട്ട് സ്വീകരിക്കാൻ നമ്മൾക്ക് സാധിക്കും.
പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങി ഭഗവാനെ ഭയപ്പെട്ടു കഴിയുന്ന ഭക്തരായി മാറുകയാണോ നാം എന്നുപോലും തോന്നിപ്പോകാറുണ്ട്. ഗജേന്ദ്ര മോക്ഷത്തിന്റെ സമയത്ത് താമരപ്പൂവ് കൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കണം എന്ന് ഈയിടെ ഒരു ആചാര്യൻ പറയുന്നത് കേട്ടു. താമരപ്പൂവ് കൊണ്ടാണ് ആരാധിക്കേണ്ടതെങ്കിൽ അത് കിട്ടാത്ത സ്ഥലത്ത് എന്തു ചെയ്യും? എന്തുകൊണ്ട് ആ സമയത്ത് താമരപ്പൂവ് കൊണ്ട് ആരാധിച്ചു? അന്നേരം ആ സമയത്ത് കിട്ടാവുന്ന ഒരേ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ജീവൻ മരണവെപ്രാളം കൊണ്ട് പടയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കിട്ടുന്നത് എന്താണോ അതെല്ലാം എടുത്ത് ഭഗവാന് സമർപ്പിക്കുകയാണ്. അതിലപ്പുറം ഗജേന്ദ്രൻ ആരായിരുന്നു? പ്രാരബ്ധങ്ങളുടെ പിടിയിൽപ്പെട്ടുപോയ ജീവൻ. മരണം മുന്നിൽ കണ്ടപ്പോൾ ഭഗവാനെ വിളിച്ചു കേഴുന്നു. പരീക്ഷിച്ച് മരണം മുന്നിൽ കണ്ടപ്പോൾ ഭഗവാനെ വിളിച്ചു കേഴുന്നു. നമ്മൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മരണം നമ്മൾ കാണാറുണ്ട്. എനിക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നു ചേരാനുണ്ട് എന്ന് ദൃഢമായി ബോധിക്കാറുണ്ടോ? മനസ്സിൽ ആ ചിന്തകൾ വരാറുണ്ടോ? ഒരു ദിവസം എനിക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാനുള്ളതാണ്. ഞാൻ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണമെന്നൊരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ സകല പ്രവൃത്തികളും ആ മാർഗത്തിലേക്ക് നയിക്കും. ഭാഗവതം കേൾക്കുന്നത് ഈ മോക്ഷമാർഗത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരലാണ്. നമ്മുടെ ചിന്താഗതിയെ എപ്രകാരം മാറ്റിയെടുക്കണം? വിഷയബന്ധനങ്ങളിൽ നിന്നും മോചിതമായി മനസ്സിനെ ആത്മാവിൽ എങ്ങനെ ഉറപ്പിച്ചു നിർത്തണം? ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, ആര് എപ്രകാരം എന്നെ ചിന്തിക്കുന്നുവോ അപ്രകാരം ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന്. മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശക്തിയായിട്ട് ഭഗവാനെ നമ്മൾ കാണാറുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ അവനവനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ ഭാഗവത ശ്രവണം സംഭവിക്കുന്നു. ശ്രവണം ശ്രോതുകാമാൻ, ഇതായിരുന്നു പദം ഉപയോഗിച്ചത്. വെറുതെ കേൾക്കലല്ല, ഹൃദയം കൊണ്ട് കേൾക്കൽ. ഓരോ വാക്കും അവനവന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിനെ മനനം ചെയ്യണം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ ജീവിതം മനുഷ്യന്റെ ജീവിതമാകും. ഈശ്വരനിലേക്ക് നീങ്ങുന്ന ജീവിതം മനുഷ്യന്റെ ജീവിതം. അല്ലാത്ത ജീവിതം മൃഗജീവിതമാണ്. എല്ലാ ജന്തുക്കളും ജീവിക്കുന്നത് പോലെ ഒരു ദിവസം ജനിച്ചു, ഒരു ദിവസം മരിച്ചു, അതിനിടയ്ക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. മനുഷ്യനായിട്ട് ജനിക്കുന്നത് അതിനു വേണ്ടിയല്ല. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഈ ഭാഗവത ശ്രവണം കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അവനവൻ സ്വയം അവലോകനം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. രുക്മിണി സ്വയംവരം, എല്ലാവരും രുക്മിണി സ്വയംവരത്തിന് തയ്യാറായിട്ട് വരുന്നത് കാണാം. ആരാണ് രുക്മിണി? എന്തുകൊണ്ട് ഭഗവാൻ രുക്മിണിയെ ബലമായി കൊണ്ടുപോയി? നമ്മൾ ഓരോരുത്തരും രുക്മിണിമാരാണ്. 5 സഹോദരന്മാരുടെ തടവറയിൽ പെട്ടുപോകുന്ന രുക്മിണി, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയലോകങ്ങളിൽ പെട്ടു ഉഴലുന്ന ജീവൻ, അതാണ് രുക്മിണി. ഇത്തിരി ആത്മബോധം അവിടെ തെളിയുമ്പോൾ, ഇത്തിരി ഭക്തി തെളിയുമ്പോൾ, ആ ജീവനെ ഈ വിഷയങ്ങളുടെ ലോകത്തിൽ നിന്നും മുക്തമാക്കി ആത്മസാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഭഗവാൻ സ്വയം അവതരിച്ചു വരുന്നു.
ഇന്ദ്രിയ ലോകങ്ങളുടെ പിടിയിൽ നിന്നും ബലമായി ആത്മസാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു രുക്മിണി സ്വയംവരം. അവിടെ സാരിയുമായിട്ട് വരണോ, 5 കിലോ ജിലേബിയുമായിട്ട് വരണോ, താലി കൊണ്ടുവരണോ? ആചാരങ്ങളെല്ലാം ഓരോ തത്വങ്ങൾ ഉപദേശിക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കണം. സകല ആചാരങ്ങളും കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ മുക്തിയിലേക്ക് നയിക്കുന്നില്ല. കർമ്മങ്ങൾ ആത്മശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. മനഃശുദ്ധിയാണ് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ഒരു ഉപനിഷത്ത് മന്ത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഃ. കർമ്മങ്ങളെ കൊണ്ടോ പ്രജകളെ കൊണ്ടോ ധനം കൊണ്ടോ അമൃതത്വം കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ കിട്ടും? ത്യാഗേനൈകേ അമൃതത്വമാനശുഃ. ത്യാഗം കൊണ്ട് മാത്രം. എന്താണ് ത്യജിക്കേണ്ടത്? അഹത്തെയാണ് ത്യജിക്കേണ്ടത്. അഹത്തെ എങ്ങനെ ത്യജിക്കും? ഞാനെന്നും എന്റേതെന്നും ഞാൻ കരുതുന്നതെല്ലാം ഈശ്വരൻ്റെതാണ് എന്ന് ബോധിക്കുക. അതാണ് അഹത്തെ ത്യജിക്കൽ. അങ്ങനെ ചെയ്യുന്നവന് അമൃതത്വം കിട്ടും എന്ന് പറയുന്നു. ഭാഗവത ശ്രവണത്തിനു ശേഷം ഒരാൾ അമൃതത്വം കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ, മോക്ഷത്തിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഇതുപോലെ ത്യാഗം, അഹത്തെ ത്യജിച്ച വ്യക്തിയായിരിക്കും. അപ്പോൾ ഭാഗവത ശ്രവണം എന്തിനുള്ളതാണ്? അഹത്തെ ത്യജിക്കാനുള്ളതാണ്. പലപ്പോഴും ഭാഗവതം കേൾക്കാൻ വരുന്നവർ മുമ്പത്തെ ആചാര്യനെയും ഈ വർഷം വന്ന ആചാര്യനെയും താരതമ്യപ്പെടുത്തി അവർക്ക് മാർക്കിട്ട് പോകുന്നത് കാണാം. അന്ന് വന്നത് ഒന്നുകൂടി നന്നായിരുന്നു, ഇപ്പോഴത്തെ ആളത്ര ശരിയല്ല, അല്ലെങ്കിൽ അന്നത്തെ ആളത്ര ശരിയല്ല, പുതിയ ആള് സൂപ്പറാണ്. മാർക്കിടാൻ വരുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന് ഉപദേശിച്ച് ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത ആചാര്യന്, ഗുരുവിന് മാർക്കിട്ടിട്ടില്ല. എന്താണോ പറഞ്ഞത് അത് വേണ്ട വിധം മനസ്സിലാക്കി. അതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ വരുന്നവർ ഹൃദയം കൊണ്ട് കേൾക്കാൻ വരണം. ആചാര്യൻ പറയുന്നത് അത് മുമ്പുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ, താരതമ്യപ്പെടുത്താതെ, ഇപ്പോൾ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി, അതിനുള്ളിലെ കാര്യങ്ങളെ മനസ്സിലാക്കി, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ചിന്തകളെ ചിട്ടപ്പെടുത്താൻ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഭാഗവതം കേൾക്കുന്നവർ ആനന്ദത്തോടുകൂടി ജീവിക്കണം. ഇന്ന് ഭാഗവതത്തിന് വരുന്ന സ്ഥലത്ത് കുറച്ചു നേരം നോക്കി നിന്നാൽ നല്ല തമാശയാണ്. എന്തൊരു ടെൻഷനാണ്, എന്തൊക്കെയോ ആക്രാന്തം. ഞാനെന്നും എന്റേതെന്നും പറയുന്നതെല്ലാം ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് അവനവൻ ഇരിക്കാനുള്ള സീറ്റിൽ ഒരു കർച്ചീഫ് ഇട്ട് വെച്ച് പോകുന്നവരാണ്. എന്റേത് ഞാൻ പിടിച്ചു വെക്കും. എവിടെ ഇരുന്നാൽ എന്താ, ഇവിടെ സ്പീക്കർ വെച്ചിട്ടില്ലേ? സൗകര്യമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കേൾക്കും. തിക്കി തിരക്കി ഇരിക്കുമ്പോൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഏകാഗ്രമായിരിക്കണം മനസ്സ്. എങ്കിലേ ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുകയുള്ളൂ. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് നിശ്ചലമാവും. നിശ്ചലമാകുന്ന മനസ്സിലാണ് ആത്മബോധം തെളിയുന്നത്. ഈ ആത്മബോധം തെളിയാനാണ് ഭാഗവതം കേൾക്കുന്നത്.
നമ്മൾ എന്ത് സമർപ്പിച്ചു എന്നല്ല ഭഗവാൻ ചോദിക്കുന്നത്, ഏത് മനോഭാവത്തോടുകൂടി സമർപ്പിച്ചു എന്നാണ്. നമ്മുടെ അന്തരംഗമാണ് ശുദ്ധമാകേണ്ടത് എന്ന് ഭാഗവതം പറഞ്ഞു തരുന്നു. ധാരാളം കഥകളുണ്ട്. ഏതെങ്കിലും ഒരു കഥ നന്നായി മനസ്സിലാക്കുക, അത് റെഫറൻസ് പിടിക്കുക, അതിനെ ആധാരമാക്കിയിട്ട് വേണം ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ, ജീവിക്കാൻ. ഒന്നുകിൽ കപിലഗീതയുണ്ട്, ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശമുണ്ട്, നാരദമുനിയുടെ ഉപദേശമുണ്ട്, ഇഷ്ടം പോലെ. ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭഗവാന്റെ കുട്ടിക്കാലത്താണ് അത്ഭുത ലീലകൾ മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ഉണ്ണിക്കണ്ണന്റെ അത്ഭുത ലീലകൾ മുഴുവൻ ബാല്യകാലത്തായിരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ വലുതായതിനു ശേഷം അത്ഭുത ലീലകളൊന്നും കാണിച്ചില്ല? അസുരന്മാരെ കൊന്നതെല്ലാം അല്ലേ ദശമസ്കന്ധം. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലെ ആത്മഭാവം ഉണരുമ്പോൾ ധാരാളം പ്രതിലോമ ശക്തികൾ, എതിരായിട്ടുള്ള ശക്തികൾ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. ഈ ഉണ്ണിക്കണ്ണൻ ജനിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ഈ പൂതനയായിട്ട് വന്നതും ശകടാസുരനായിട്ട് വന്നതും കംസനായതുമെല്ലാം ആരാണ്? നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ നശിപ്പിക്കാൻ വരുന്ന അനുഭവങ്ങളാണ്. പല രൂപത്തിൽ, പല ഭാവത്തിൽ. ഇപ്പോൾ തന്നെ ഭാഗവത സപ്താഹം കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ വന്നു എന്ന് വരും, അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വന്നു എന്ന് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്ന് വരും. നമ്മൾക്ക് തോന്നും, ഏതാ പോ ചെയ്യേണ്ടത്? പ്രയോറിറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പൂതന ഭഗവാന്റെ അടുത്ത് വന്നത് അമ്മയുടെ ഭാവത്തിലാണ്. വേറെ ആർക്കും മനസ്സിലായില്ല, ഭഗവാന് മനസ്സിലായി. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു പ്രതിലോമ ശക്തിയെ തന്നെ ഇല്ലാതെയാക്കി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള എതിർപ്പുകൾ വരുമ്പോൾ ആ എതിർപ്പുകളെ മനസ്സിലാക്കി വേണ്ടതുപോലെ പെരുമാറണം. ആത്മഭാവത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഉണ്ണിക്കണ്ണൻ എപ്പോഴും സുരക്ഷിതനായിരിക്കണം ഉള്ളിൽ. പൂതനമാർ 21ാം നൂറ്റാണ്ടിൽ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മഭാവം, ആത്മനിഷ്ഠയിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് കർമ്മരംഗത്തേക്കാണ്. ഭഗവാൻ പിന്നെ ധർമ്മ സംസ്ഥാപനത്തിനാണ് പോകുന്നത്. അധർമ്മികളെയും ധർമ്മികളെയും ഇരുപക്ഷത്താക്കി നിർത്തിക്കൊണ്ട് വലിയൊരു യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ഈ ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആത്മഭാവം ഏതു ഭാഗത്താണ്? ധർമ്മത്തിന്റെ ഭാഗത്താണ്. അവിടെ വിജയം. എത്ര മനോഹരമായിട്ട് കഥകളിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ഉണ്ണിക്കണ്ണനെ ഇപ്പോഴും ഉള്ളിൽ കാണാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ, മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നജമേ തീർഷവസ്ഥിതഃ നജമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം എന്നു ഭഗവാൻ പറയുമ്പോൾ, ഈ കാണുന്നതെല്ലാം ഭഗവാനാണ് എന്ന് നമ്മൾക്ക് ബോധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പീതാംബരമെടുത്ത് ഓടക്കുഴലൂതി നൃത്തം ചെയ്യുന്ന ഗോപികമാരോടും രാധയോടുമൊപ്പം നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനാണ്. അതേ ഭഗവാൻ പറയുന്നു, ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല. ഈ ശ്വസിക്കുന്ന വായു ഈശ്വരനാണ്. നമ്മൾ ഈ കാണുന്ന വിളക്ക്, അതിലെ അഗ്നി
നമ്മൾ കുടിക്കുന്ന ജലം, കുളിക്കുന്ന ജലം, ജലം കൊണ്ട് എന്തെല്ലാം ചെയ്യുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കുമ്പിൾ ജലം കയ്യിലെടുക്കുമ്പോൾ, കൈക്കുമ്പിളിൽ ജലം എടുക്കുമ്പോൾ അതിലെ കണ്ണിനെ കാണാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? കൈക്കുമ്പിളിലെ ജലത്തിൽ ഒരു സാഗരത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? ശ്വസിക്കുന്ന വായുവിൽ ഈശ്വരന്റെ അനുഭവം നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൃദയത്തെ മിടിപ്പിക്കുന്ന ശക്തി എന്താണെന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് പല ഭാഗത്തേക്കുമായിട്ട് അത് വിഭജിക്കപ്പെടുന്നു. വിസർജ്യങ്ങൾ പുറത്തു പോകുമ്പോൾ ഈ പ്രവർത്തിപ്പിച്ച ശക്തി ഏതാണ് എന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ ഉണ്ണിക്കണ്ണനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭാവത്തിലേക്ക് ഉയരാനാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. ഈ ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ വെറും കഥ കേട്ട് പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അടുത്ത കൊല്ലവും വരും, അടുത്ത കൊല്ലവും കഥ കേൾക്കും, ഇതേ കഥ കേൾക്കും. പക്ഷേ ഈ കൊണ്ടുവെക്കുന്ന വിഗ്രഹത്തിലാണ് ദൈവം, അമ്പലത്തിലെ വിഗ്രഹത്തിലാണ് ദൈവം എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല. ആ വിഗ്രഹത്തിലും ദൈവമുണ്ട്, വിഗ്രഹമില്ലാത്തിടത്തും ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്തരായിട്ട് മാറും, രാധയായിട്ട് മാറണം. രാധയോടൊപ്പമായിരുന്നു ഭഗവാൻ. എന്താ രാധയ്ക്ക് പ്രത്യേകത? നമ്മളെ ഈശ്വരനിൽ നിന്നും അകറ്റി നിർത്തുന്നത് മനസ്സാണ്. മനസ്സെന്താണ്? ചിന്തകളുടെ പ്രവാഹമാണ് മനസ്സ്. പ്രവാഹം, ധാര, പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ബഹിർമുഖമായി ബാഹ്യമായിട്ടുള്ള വസ്തുക്കളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ അന്തർമുഖമാക്കണം. വിപരീത ദിശയിലേക്ക് ചിന്തകൾ ഒഴുകണം, ആത്മാവിലേക്ക് തിരിച്ചൊഴുകണം, അന്തർമുഖമാവണം. പുറത്തേക്ക് ഒഴുകുന്ന ധാര തിരിച്ചകത്തേക്ക് ഒഴുകണം. ധാര പുറത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താ ഒന്ന് തിരിച്ചു പറയും? ധാര രാധയായിട്ട് മാറും. രാധ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ കഥാപാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അന്തർമുഖമാകുന്ന മനസ്സിനെയാണ് രാധ എന്ന് പറയുന്നത്. മനസ്സ് അന്തർമുഖമാകുമ്പോൾ അത് ഉണ്ണിക്കണ്ണനോട് ചേരുന്നു, സാക്ഷാൽ ശ്രീകൃഷ്ണനോടൊപ്പം ചേരുന്നു. മനസ്സ് രാധയാക്കാം. മനസ്സിൽ നാം ആരാണ് എന്ന് ചിന്തിക്കുന്നു, ആ വ്യക്തിയായിട്ട് മാറും നാം. നമ്മൾക്കറിയാം, മനസ്സ് മുഴുവൻ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സുകാരനാവും, മനസ്സ് മുഴുവൻ RSS ആണെങ്കിൽ RSSകാരനാവും, മനസ്സ് മലയാളിയാണെങ്കിൽ ഞാൻ മലയാളിയാണ് എന്ന് പറയും. മനസ്സ് രാധാഭാവത്തിലാണെങ്കിലോ ഞാൻ രാധയാകും. രാധ എവിടെയാണോ അവിടെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ എവിടെയാണോ അവിടെയാണ് രാധ. ഈ രാധാഭാവത്തിലേക്ക് ഉയരാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഭാഗവത ശാസ്ത്രം അതിന് വഴികാട്ടട്ടെ. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ജന്മം എല്ലാവരും മോക്ഷത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.